So first question, in a flanged beam, BF is given as 960 mm, BW 200 mm, DF 125, D 315 and factored moment. So നമുക്ക് ഡിസൈൻ മൊമെൻറ്റ് തന്നിട്ടുണ്ട് ആൻഡ് ഫ്ലാൻജ്ഡ് ബീമിൽ ഓരോ ഡയമെൻഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഫ്ലാൻജിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, വെബിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, ദെൻ തിക്നെസ് ഓഫ് ദാറ്റ് ഫ്ലാൻജ് ആൻഡ് ദെൻ എഫക്റ്റീവ് ഡെപ്തും തന്നിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഡിസൈൻ മൊമെൻറ്റ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ചെക്ക് ദി കപ്പാസിറ്റി ഓഫ് ദി ബീം. ഓക്കെ, കപ്പാസിറ്റി ഓഫ് ദി ബീം എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദി അനാലിസിസ് പാർട്ടാണ് ചെയ്യേണ്ടത്. ആൻഡ് വി ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് സേഫ്. ഓക്കെ, അതായത് ഇതിൽ വരാൻ പോകുന്ന മൊമെൻറ്റ് 240, ഡിസൈൻ മൊമെൻറ്റ് 240 ആണ്. സോ ഈ ഒരു 240 എടുക്കാൻ ഈ ഒരു ഗിവൺ ഡയമെൻഷനുള്ള ബീമിന് ഈ 240 കിലോ ന്യൂട്ടൺ മൊമെൻറ്റ് വാല്യൂ ക്യാരി ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അഗെയിൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഡിസൈൻ. ഓക്കെ, അപ്പോൾ അനാലിസിസ് പ്ലസ് ഡിസൈൻ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അസ്യൂം FE for 15 steel and grade 20 concrete. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ടി ബീം വരയ്ക്കുക. ഓക്കെ, സോ ടി ബീമിൽ വിഡ്ത്ത് ഓഫ് ഫ്ലാൻജ് പറഞ്ഞിരിക്കുന്നത് 960 ആണ്. അതായത് ഈ ഒരു വിഡ്ത്ത് 960 ആണ്. ദെൻ വെബിൻ്റെ വിഡ്ത്ത് 200 ആണ്. ഓക്കെ, ആൻഡ് ഫ്ലാൻജിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലാൻജ് 125 mm ആണ്. ആൻഡ് എഫക്റ്റീവ് ഡെപ്ത്, ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇഫക്റ്റീവ് ഡെപ്ത് 315 ആണ്. അഗെയിൻ തന്നിരിക്കുന്നത് വാല്യൂ, ഡിസൈൻ മൊമെൻറ്റ്, ദെൻ FY ആൻഡ് FCK വാല്യൂസ്. സോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 3 കേസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കേസാണെന്ന് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ ന്യൂട്രൽ ആക്സസ് എവിടെ വരും എന്ന് നോക്കുക. ന്യൂട്രൽ ആക്സസ് ഫ്ലാൻജിലാണോ അതോ വെബിലാണോ ന്യൂട്രൽ ആക്സസ് വരുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഇത് ഫ്ലാൻജിലാണെങ്കിൽ റെക്റ്റാങ്കുലർ ബീമായിട്ട് ഡിസൈൻ ചെയ്യാം, വെബിലാണെങ്കിൽ ടി ബീമായിട്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അനലൈസും ഡിസൈനും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഒരു ന്യൂട്രൽ ആക്സസ് ഡെപ്ത് നമുക്ക് അറിയണം. ഓക്കെ, ന്യൂട്രൽ ആക്സസ് ഡെപ്ത് അറിയാനായിട്ട് ഒരു അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മുടെ നോർമൽ ന്യൂട്രൽ ആക്സസ് ഡെപ്തിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ന്യൂട്രൽ ആക്സസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു മൊമെൻറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഈ ഡിസൈൻ മൊമെൻറ്റ് വെച്ചിട്ടുള്ള എക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ട് എക്സ് വാല്യൂ ആണുള്ളത്. ബാക്കി എല്ലാ വാല്യൂസ് MU നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, FCK 20 എന്ന് തന്നിട്ടുണ്ട്, ഡെപ്ത്, ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത് 315 എന്ന് തന്നിട്ടുണ്ട്, ദെൻ എഫക്റ്റീവ് ഡെപ്ത് ഇസ് ഗിവൺ, ദെൻ BF വിഡ്ത്ത് ഓഫ് ഫ്ലാൻജ് 960 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഓക്കെ, സോ ഓൾ ദി വാല്യൂസ് ആർ ഗിവൺ. നമുക്കിനി എന്താ ചെയ്യാനുള്ളത്, ഇതിൽ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ എഴുതുക. ദിസ് ഈസ് ദി അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ആൻഡ് ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ ആണ് അൺനോൺ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കാണിക്കുക ആൻഡ് സോൾവ് ചെയ്യുക. ഓക്കെ, സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. സോ എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 134 mm എന്നാണ്. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ 134 mm ആണ്. പക്ഷേ നമ്മളുടെ DF വാല്യൂ എത്രയാണ്? DF ഇസ് 125. ഓക്കെ, 125 ആണ് DF. എക്സിൻ്റെ വാല്യൂ ഇവിടെ നോക്കുമ്പോൾ 134 ആണ്. ഓക്കെ, അതായത് ന്യൂട്രൽ ആക്സസ് അപ്പോൾ എവിടെയായിരിക്കും? ന്യൂട്രൽ ആക്സസ് ഇസ് വിത്തിൻ ദി വെബ്. ഓക്കെ, ദറ്റ് ഈസ് ന്യൂട്രൽ ആക്സസ് ഇസ് ബിലോ ദി ഫ്ലാൻജ്, അതായത് വെബ് പോർഷനിലാണ്. അപ്പോൾ നമ്മൾ കേസ് 2 ഓർ കേസ് 3 ആണ് എടുക്കേണ്ടത്. ക്ലിയർ? സോ ഇതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇഫ് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദി കപ്പാസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, പക്ഷേ ഏത് കേസാണെന്ന് അറിയണം. ഓക്കെ, സോ കേസ് അറിയാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് XU കാൽക്കുലേറ്റ് ചെയ്യുക, ന്യൂട്രൽ ആക്സസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. XU ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ DF ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് കേസസ് എടുക്കുക. സോ ഇവിടെ XU is greater than DF, hence the neutral axis lies below the flange. Okay, again case 2 or 3. Okay, അപ്പോൾ ഇതിൽ കേസ് 2 ആണോ കേസ് 3 ആണോ എന്ന് നെക്സ്റ്റ് നോക്കുക. സോ അതിനുള്ള ക്രൈറ്റീരിയ എന്തായിരുന്നു?
ഡി എഫ് ബൈ ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഡി എഫ് ബൈ ഡി ചെക്ക് ചെയ്യുക. സോ ഡി എഫ് ബൈ ഡി ലെസ് ദാൻ 0.2 ആണെങ്കിൽ ദറ്റ് ഇസ് കേസ് 2. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.2 ദെൻ ദറ്റ് ഇസ് കേസ് 3. ഓക്കെ, സോ ഡി എഫ് ബൈ ഡി ചെക്ക് ചെയ്യുക. സോ ഇവിടെ ഡി എഫ് തന്നിട്ടുണ്ട് 125 ആൻഡ് ഡി ഈസ് 315. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 0.39 ആണ്. ഓക്കെ, 0.39 ഈസ് ഗ്രേറ്റർ ദാൻ 0.2. അപ്പോൾ ഈ കേസ് 3 ആണ് ഇവിടെ എടുക്കേണ്ടത്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ആസ് സിമ്പിൾ ആസ് ഈ ഒരു ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുക, ഏത് കേസാണെന്ന് നോക്കുക. ഓക്കെ, അഗെയിൻ കേസ് 3 ആണ്. ഓക്കെ, കേസ് 3 ആണെങ്കിൽ നമുക്കറിയാം എം യുവിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. റൈറ്റ്? സോ കേസ് 3 ആണെങ്കിൽ സോ എം യു ഇസ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കോഡിൽ NX ജിയിൽ 2.1 തന്നിട്ടുണ്ട്. സോ ആ ക്ലോസ് നോക്കുക. ഓക്കെ, സോ അതായത് ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് വൈ എഫ് ആണ് നമ്മൾ സെക്കൻഡ് കേസ് ആണെങ്കിൽ ഡി എഫ് ആണ്, തേർഡ് കേസ് ആണെങ്കിൽ വൈ എഫ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷനിൽ ഇനി എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് നോക്കാം. സോ വൈ എഫിൻ്റെ വാല്യൂ നമുക്ക് വേണം. ഓക്കെ, പക്ഷേ വൈ എഫിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക? 0.15 എക്സ് പ്ലസ് 0.64 ഡി എഫ്. ഓക്കെ, ഇതാണ് വൈ എഫിൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിൽ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂസ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 134 എന്നാണ് കിട്ടിയത്. സോ നമുക്കൊരു 140 എന്ന് എടുക്കാം. ഓക്കെ, സോ 140 എന്ന് എടുത്തിട്ട് വൈ എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ വൈ എഫിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ വൈ എഫിൻ്റെ വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഡി എഫ്. ഓക്കെ, ഡി എഫിനേക്കാളും ഗ്രേറ്റർ ആകരുത് എന്നും കൂടെ നോക്കുക. സോ വൈ എഫ് ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഡി എഫ്. ഓക്കെ, സോ വൈ എഫ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ, നമ്മളുടെ ഈ ഇക്വേഷനിൽ നേരത്തെ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എക്സിൻ്റെ. കാരണം ഇത് നമുക്ക് ഈ ഒരു വാല്യൂ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ ആപ്റ്റായിട്ടുള്ള വാല്യൂ കിട്ടണമെങ്കിൽ കേസ് 3 മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇക്വേഷനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണം ഈ എക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇവിടെ എം യു നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഡി വാല്യൂ ഇസ് ഗിവൺ. ദെൻ 0.42 ഡി വാല്യൂ ദിസ് ഇസ് ഓൾസോ ഗിവൺ. എഫ് സി കെ ഇസ് 20, ബി ഡബ്ല്യു ഇസ് 200 ആൻഡ് ഓക്കെ, സോ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് യു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ എക്സ് യു വാല്യൂ എത്ര കിട്ടും? സിമിലർ ആയിട്ട് തന്നെ വൈ എഫിൻ്റെ. ഓക്കെ, അതുപോലെ ഇതിനൊരു ഈ ഒരു ഇക്വേഷൻ ഇവിടെയാണ് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അതേപോലെ എഫ് സി കെ, ബി എഫ്, ബി ഡബ്ല്യു, വൈ എഫിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് സോ ഈ വാല്യൂസൊക്കെ പ്രോപ്പറായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൻ്റെ എം എമ്മിലാണോ എല്ലാം എം എമ്മിലാക്കുക. ഓക്കെ, സോ എല്ലാ വാല്യൂസും എം എമ്മിലാക്കുക. കാരണം നമുക്ക് ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ് ഈ എഫ് സി കെ വാല്യൂസൊക്കെ ഉള്ളത്. സോ എല്ലാ വാല്യൂസും എം എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് സോൾവ് ചെയ്യുമ്പോൾ എക്സ് 153 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആക്ച്വൽ വാല്യൂ. ഓക്കെ, എക്സിൻ്റെ ആക്ച്വൽ വാല്യൂ ഇതാണ്. കാരണം നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എന്ന് വെച്ചാൽ ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ തന്നെ ഇത് എവിടെയാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് നമുക്ക് അറിയില്ല. സോ വി ആർ അസ്യൂമിങ് അത് ഈ ഒരു ഇക്വേഷനിലിട്ട് അസ്യൂം ചെയ്തിട്ട് ഓക്കെ, ദെൻ അത് ഏതാണെന്ന് ക്ലിയർ ആയതിന് ശേഷം, ഏത് കേസാണെന്ന് ക്ലിയർ ആയതിന് ശേഷം ആ കേസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അഗെയിൻ ആ കേസിൽ എന്താണോ ന്യൂട്രൽ ആക്സിസിൻ്റെ ആക്ച്വൽ ഡെപ്ത് ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എക്സ് വാല്യൂ ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയാണ് നമുക്ക് ഇവിടെ എം യു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് അനാലിസിസ് ചെയ്യേണ്ടത്. സോ എം യു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്നത് ഡിസൈൻ മൊമെൻ്റ് ആണ് 240. ഓക്കെ, അപ്പോൾ ഈ ഒരു എം യു വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഡിസൈൻ മൊമെൻറ്റ്. സോ 0.13 കെ എഫ് സി കെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതായത് ലിമിറ്റിംഗ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണിത്. ആൻഡ്
ഇവിടെ വൈ എഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദറ്റ് ഈസ് 0.48 ഇൻറ്റു 315 XU/D. ഓക്കെ, ഇതാണ് എക്സ് യുവിൻ്റെ വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, 0.48 ഇൻറ്റു 315, കാരണം ഇത് ലിമിറ്റിംഗ് വാല്യൂ ആണ്. ആൻഡ് എം യു ലിമിറ്റ് ഇസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി വാല്യൂ. സോ ഈ വാല്യൂ, എം യു ലിമിറ്റിൻ്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എം യു വാല്യൂ. എം യു 240 ആയിരുന്നു, സോ എം യു ലിമിറ്റ് 241 ആണ്, സേഫ് ഡിസൈൻ ആണ്. ഓക്കെ, സോ ഇതാണ് അനാലിസിസ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 2 പാർട്സ് ഉണ്ട്, അനാലിസിസ് ആൻഡ് ഡിസൈൻ. സോ അനാലിസിസ് പാർട്ടിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഏത് കേസാണെന്ന് നോക്കുക. ഓക്കെ, ഏത് കേസാണെന്ന് നോക്കുക. അപ്പോൾ ആ കേസ് ഏതാണെന്ന് അറിയാനായിട്ട് 2 ക്രൈറ്റീരിയ ഉണ്ട്, XU ആൻഡ് DF/D. ഓക്കെ, സോ ഇത് രണ്ടും ചെക്ക് ചെയ്യുക, ഏത് കേസാണെന്ന് നോക്കുക. അഗെയിൻ ഓരോ കേസിനും കേസ് 1, കേസ് 2, കേസ് 3, 3 കേസിനും MU വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ അതിൽ ഏത് കേസാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കേസിൽ ഏത് കേസാണ് നമുക്ക് കിട്ടുന്നത് ആ കേസിൽ കറസ്പോണ്ടിങ് MU വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയാണ് അനാലിസിസ് പാർട്ട്. അഗെയിൻ ഡിസൈൻ പാർട്ട് വരികയാണെങ്കിലാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, AST. ഓക്കെ, ഏരിയ, അതുപോലെ തന്നെ ഡിസൈൻ ക്വസ്റ്റ്യനിൽ ഡെപ്തും ഓവറോൾ ഡെപ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു കേസിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലാം ക്വസ്റ്റ്യനിൽ ഡയമെൻഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഏരിയ ഓഫ് സ്റ്റീൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഏരിയ ഓഫ് സ്റ്റീൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ പറയുന്നുണ്ട് എന്താണ് ഓരോ, അതായത് ഇക്വേഷൻ എന്ന്. ഓക്കെ, സോ ഇതാണ് കേസ് 2ൻ്റെ ഇക്വേഷനാണിത്. ഓക്കെ, കേസ് 3യുടെ ഇക്വേഷനിൽ എന്താ ഉള്ള ഡിഫറൻസ് വെൻ കമ്പയർഡ് ടു കേസ് 2? കേസ് 2ൽ DF എന്നായിരിക്കും, കേസ് 3ൽ ഈ DFന് പകരം എന്താ കൊടുക്കേണ്ടത്, YF. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ കേസ് 2 ആൻഡ് കേസ് 3. സോ YFൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ 0.36 FCK BW X എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ. ഓക്കെ, ആൻഡ് then 0.45 FCK BW B, and this is YF. Okay, is it clear? So ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, we will get the number of AST, അതായത് ടോട്ടൽ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 332 mm ഡയ ബാർസ്, നമുക്ക് ഇഷ്ടമുള്ളൊരു ബാർ, ഓക്കെ, നമുക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന ഒരു ഡയമീറ്ററിൻ്റെ ബാർ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര ബാർസ് വേണം എന്നുള്ള കാര്യം കിട്ടും. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ബാർസ്, 3.16. സോ അത് 4 ബാർസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസൈൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഈ ഫിഗറിൽ എല്ലാ ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഓക്കെ, DF തന്നിട്ടുണ്ട്, ദെൻ വെബിൻ്റെ തന്നിട്ടുണ്ട്. അഗെയിൻ ഇവിടെ 4 ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ 4 ബാർസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, 4 ബാർസ് പ്രൊവൈഡ് ചെയ്യുക, ഇവിടെ എഴുതുക 4 ബാർസ് 32 mm ഡയ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ സ്റ്റിറപ്സ് കൊടുക്കുക, 2 ഹോൾഡർ ബാർ കൊടുക്കുക, ദെൻ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കാണിക്കാം. ഓക്കെ, അഗെയിൻ ഈ ഒരു T സെക്ഷൻ്റെ ഓക്കെ ഇതിൻ്റെ ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വ്യൂ നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ വരും, ലോങ്ങിറ്റ്യൂഡിനൽ വ്യൂവിൽ ഓക്കെ ലോങ്ങിറ്റ്യൂഡിനൽ വ്യൂവിൽ so hanger bar, then the main reinforcement, okay, then stirrups. So main reinforcement എത്രയായിരുന്നു, 32 mm dia, 4 bars. Okay, and ഇത് hanger bars, and this is the stirrup design ഒന്നും ചെയ്യേണ്ട. ഓക്കെ, യൂഷ്വലി അനാലിസിസ് ചോദിക്കുള്ളൂ. അഗെയിൻ ഡിസൈൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ AST വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, AST വാല്യൂ യു ഹാവ് ടു സ്റ്റഡി ഇറ്റ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അഗെയിൻ നമുക്ക് ഇനിയൊരു പ്രോപ്പർ ഡിസൈൻ പ്രോബ്ലം ചെയ്യാം.
ഓക്കെ, സോ അനാലിസിസ് പാർട്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് തനിയെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, PC വർഗീസിൻ്റെ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് കിട്ടും. ഓക്കെ, ഓർ അശോക് ജെയിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. കൂടുതൽ പ്രോബ്ലംസ് ഇപ്പോൾ എനിക്ക് യൂട്യൂബ് വീഡിയോസിൽ 1-2 പ്രോബ്ലംസേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ റിമൈനിങ് സ്റ്റെപ്സ് സെയിം ആണ്. നിങ്ങൾ ആ ഒരു കോഡ് അനുസരിച്ചിട്ട് എന്താണോ കിട്ടുന്നത്, എന്ത് വാല്യൂസ് ആണോ അത് വെച്ചിട്ടുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോപ്പർ ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിസൈൻ സിലബസിൽ പറയുന്നില്ല, പക്ഷേ വി ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. സോ എ T-beam slab floor of reinforced concrete has a slab 150 mm thick. ഓക്കെ, ഒരു T-beam സ്ലാബിൻ്റെ ഫ്ലോർ ആണ്. സ്ലാബിൻ്റെ തിക്നെസ്, ഓക്കെ, അതായത് ഇങ്ങനെ പോകുന്ന ഒരു T-beam. അപ്പോൾ ഈ ഒരു സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 150 mm ആണ്. ഓക്കെ, സോ സ്ലാബിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു T-beam ആണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഈ DF വാല്യൂ ആണ് ഈ വാല്യൂ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ DF, ഇപ്പോൾ ഈ ഒരു ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, DF is 150. ഓക്കെ, അഗെയിൻ ഇറ്റ് ഈസ് സ്പേസ്ഡ് 3 meter apart. ഓക്കെ, അതായത് T-beams 3 meter apart എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ ബീംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു സെൻറ്റർ വരെയുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് 3 meter. സോ നമ്മൾ പറഞ്ഞിരുന്നു ആക്ച്വൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആക്ച്വൽ വിഡ്ത്ത് വിൽ ബി, ഓക്കെ, അതായത് ഇതിൻ്റെ ആക്ച്വൽ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇത് സ്പേസിങ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ആക്ച്വൽ വിഡ്ത്ത് ഇവിടെ എത്രയെന്ന് എടുക്കാം, 3 meter എന്ന് എടുക്കാം. ഓക്കെ, സോ ആക്ച്വൽ width is also 3 meter. The beams have a clear span of 10 meter. Okay, so clear span, ഇവിടെ സ്പാനും സ്പേസിങ്ങും തമ്മിൽ ഡിഫറൻറ്റ് തെറ്റിപ്പോകരുത്. അതായത് ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സ്ലാബ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബീം ഇങ്ങനെയായിരിക്കും അല്ലേ, ബീംസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഒരു ബീമിൻ്റെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലാബെങ്കിൽ ഈ ഒരു ബീമിൻ്റെ ഈ ഒരു ലെങ്ത് ആണ് തന്നിരിക്കുന്നത്, സ്പാൻ. ഓക്കെ, ബീമിൻ്റെ സ്പാൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലിയർ, ഈ ഒരു T-beamൻ്റെ സ്പാൻ ആണ് ഈ പറയുന്നത്, ദാറ്റ് ഈസ് 10 meter. ഓക്കെ, ആൻഡ് ദ എൻഡ് ബെയറിങ്സ് ആർ 450 mm thick walls. ഓക്കെ, അതായത് ഈ ഒരു ബീം ഇങ്ങനെ ഒരു സ്ലാബാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ബീം പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബീമിൻ്റെ അതായത് അതെവിടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ T-beam സപ്പോർട്ട് ചെയ്യുന്ന വോളാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ക്ലിയർ സ്പാൻ 10 ആണ്, പിന്നെ ഈ ഒരു വോളിൻ്റെ ഹാഫ് കൂടെ എടുക്കാം. ഓക്കെ, സോ എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണത്. ഓക്കെ, സോ അതായത് തിക്നെസ് ആണ്, വോളിൻ്റെ തിക്നെസ് ആണ് ഈ പറയുന്നത്. അഗെയിൻ ദ ലൈവ് ലോഡ് ഓൺ ദി ഫ്ലോറിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡ് പറയുന്നുണ്ട്. M20 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ഡിസൈൻ ദി ഇൻ്റർമീഡിയറ്റ് T-beam. ഓക്കെ, ഇതൊരു പ്യുവർ ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ സിംഗ്ലി റീൻഫോഴ്സ് ബീംസ് ഒക്കെ ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഇത് ചെയ്യുക. ഓക്കെ, സോ ഗിവൺ ഡേറ്റാസ് ഒക്കെ എഴുതുക. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 20 and 415. അഗെയിൻ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നൊന്നും പറയുന്നില്ല. സോ യു ക്യാൻ അസ്യൂം, നമുക്കൊരു റേഷ്യോ അസ്യൂം ചെയ്യാം, 15 L/D. ഓക്കെ, 15 എന്ന് അസ്യൂം ചെയ്തു. അഗെയിൻ ഇതിൽ വെച്ചിട്ട് നമുക്ക് L അറിയാം. എല്ലിൻ്റെ വാല്യൂ ക്ലിയർ സ്പാൻ 10 × 10⁻³ ആണ് എങ്കിൽ ഡെപ്ത് എത്രയായിരിക്കും, 666 ആണ് കിട്ടുന്നത്. നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 700 എന്ന് എടുക്കാം. ഓക്കെ, സോ ഇഫ് ദ എഫക്റ്റീവ് ഡെപ്ത് 700, നമുക്ക് ഓവറോൾ ഡെപ്ത് ഒരു 750 എന്ന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഓവറോൾ ഡെപ്ത് വി ക്യാൻ പ്രൊവൈഡ് ആസ് 700 + 50, that is 750. അഗെയിൻ വിഡ്ത്ത് ഓഫ് വെബ്. വിഡ്ത്ത് ഓഫ് വെബ് എവിടെ നിന്നാണ് കിട്ടുക, വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി വെബ് പോർഷൻ. ഓക്കെ, ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇതാണ് T-beam.
ടി ബീമിൻ്റെ ഈ ഒരു ആവറേജ് ആക്ച്വൽ വിഡ്ത്ത് നമുക്കറിയാം. അഗെയിൻ ഈ വെബിൻ്റെ വിഡ്ത്താണ് നെക്സ്റ്റ് വേണ്ടത്. സോ വാട്ട് വിൽ ബി ദ വിഡ്ത്ത് ഓഫ് ദി വെബ്? ദ വിഡ്ത്ത് ഓഫ് ദി വെബ് വിൽ ബി, അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അസ്യൂം ദിസ് വാല്യൂ 300 mm എന്ന് അസ്യൂം ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഇഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുക. നോർമലി നമ്മൾ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ. ഓക്കെ, അതായത് 10 ആണ് ക്ലിയർ സ്പാൻ. ക്ലിയർ സ്പാൻ്റെ കൂടെ ഒന്നെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത്ത് ദറ്റ് ഇസ് 700 mm ആണ്, സോ 0.7. അതല്ലെങ്കിൽ 2 വോൾസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് 2 ബെയറിംഗ് ഉണ്ട്, സോ ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. സോറി, അല്ല, 2 ബെയറിങ്സ് ഉണ്ടെന്ന് പറയുന്നു, സോ ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നിട്ടില്ല എന്നാണ്, സോ ഐ എം സോറി, ഇറ്റ് ഈസ് ഗിവൺ. ഓക്കെ, സോ 2 സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ ദറ്റ് ഇറ്റ് സെൽഫ് മീൻ ഇറ്റ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ ഇത് 450 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ എഫക്റ്റീവ് ലെങ്ത് എത്ര വരും? 10 + 0.45/2 ആൻഡ് 45/2. ഓക്കെ, സോ ഇതിൽ ലോവർ വാല്യൂ നോക്കുക. ലോവർ വാല്യൂ 10.45 ആണ്. സോ എഫക്റ്റീവ് ഡെപ്ത് ഇസ് 10.45. നെക്സ്റ്റ് നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലോഡ് കാൽക്കുലേഷൻ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് റെക്റ്റാങ്കുലർ ബീംസിൻ്റെ കേസിൽ നമുക്ക് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. കാരണം അതിൻ്റെ സെൽഫ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബീമിൻ്റെ ഡയമെൻഷൻ, അതായത് ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഇൻറ്റു ദാറ്റ് യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഒരു ടി ബീം എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ സ്ലാബ് ആൻഡ് ദിസ് വെബ് പോർഷൻ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ലോഡ് കാൽക്കുലേഷൻ, സെൽഫ് വെയ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ സ്ലാബിൻ്റെ വെയ്റ്റ് ഇതിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഈ സ്ലാബിൻ്റെ പോർഷൻ. അപ്പോൾ സ്ലാബിൻ്റെ ഈ വിഡ്ത്ത് എത്രയാണ്? സ്ലാബിൻ്റെ വിഡ്ത്ത് 3 മീറ്റർ. ഓക്കെ, അതായത് സ്പേസിങ് തന്നെ ആയിരിക്കുമല്ലോ ആക്ച്വൽ വിഡ്ത്ത്. സോ അത് 3 മീറ്റർ ആണ്. അഗെയിൻ ഇതിൻ്റെ ഈ ഒരു ഡെപ്ത്ത് എത്രയാണ്? ദറ്റ് ഈസ് DF. ഓക്കെ, ഡെപ്ത്ത് എന്ന് വെച്ചാൽ DF ദറ്റ് ഈസ് 0.15, 150 mm ആണ്. സോ 150 mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.15. ഓക്കെ, അഗെയിൻ യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് 25. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ സെൽഫ് വെയ്റ്റ് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു റിബ് അല്ലെങ്കിൽ വെബ് പോർഷൻ്റെ വെയ്റ്റ് കിട്ടുക വേണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അതായിരിക്കും സെൽഫ് വെയ്റ്റ്. ഓക്കെ, ശരിക്കും ബീമിൻ്റെ കേസിലാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത് ഇൻറ്റു യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ് 25 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബീം കിട്ടും. പക്ഷേ ഇത് ടി സെക്ഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ 2 സെപ്പറേറ്റ് പാർട്സ് ആക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ അഗെയിൻ വെബിൻ്റെ പോർഷൻ, വെബ് അല്ലെങ്കിൽ റിബിൻ്റെ പോർഷനിൽ എത്രയായിരിക്കും ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് BW? അത് നമ്മൾ 300 ആയിട്ടാണ് അസ്യൂം ചെയ്തത്. അഗെയിൻ ഈ ഡെപ്ത്ത് എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ ഓവറോൾ ഡെപ്ത്ത് മൈനസ് ഈ DF. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു വാല്യൂ കിട്ടുക. ഓക്കെ, സോ എങ്ങനെ എഴുതാം? സെൽഫ് വെയ്റ്റ് ഓഫ് റിബ് എന്ന് വെച്ചാൽ the width of rib D minus DF. Okay, D minus DF into 25. Okay, so overall width 750 ആണ്. 750 എന്ന് 150 മൈനസ് ചെയ്യുക. ദെൻ BW എന്ന് വെച്ചാൽ 300 mm ആണ്. അതിന് 0.3 എന്ന് എഴുതുക. ഓക്കെ, സോ നമുക്ക് വെയ്റ്റ് കിട്ടി. അഗെയിൻ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 4 kN/m² ആണ് ലോഡ്. ഓക്കെ, അതായത് ഫ്ലോറിൽ ലോഡ്. അപ്പോൾ ഇത് മീറ്റർ സ്ക്വയറിലാണ്. നമുക്കിതിനെ എന്താക്കണം? kN/m നമുക്ക് വാല്യൂസ് വേണ്ടത്. ഓക്കെ, സോ അതിനെ ഈ ഒരു ഫ്ലോറിൽ UDL ആക്കണം. ഈ ഒരു 4 kN/m UDL ആക്കണം. ഓക്കെ, സോ UDL ആക്കാനായിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 3 മീറ്റർ. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അത് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 4 kN/m എന്നായിരുന്നു തന്നിരുന്നതെങ്കിൽ ഇത് ഇതേപോലെ തന്നെ എടുക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? 4 kN/m² എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മീറ്റർ സ്ക്വയർ എന്ന് തന്നു കഴിഞ്ഞാൽ അതിനെ kN/m ആക്കുക. ഓക്കെ, സോ kN/, ഇതാണ് UDL. ഓക്കെ, UDLൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ക്ലിയർ? സോ UDL ആയിട്ട് കൺവേർട്ട് ചെയ്യുക ആൻഡ് ടോട്ടൽ ലോഡ് ആഡ് ചെയ്യുക. സോ ഇത് 11.25 kN per meter, ഇത് 4.5 kN per meter. ഇതെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനാണ് 11.25 ആൻഡ് ഇതിൻ്റെ വെയിറ്റ് 4.5 ആൻഡ് UDL 12. ഓക്കെ, സോ ടോട്ടൽ ഈ ഒരു വാല്യൂ കിട്ടും. അഗെയിൻ ഇതിന് ഡിസൈൻ ലോഡ് ആക്കുക, അതായത് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ വി ഗെറ്റ് ദ ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡ് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? മൊമെൻറ്റ് കാൽക്കുലേഷൻ ആണ്. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് WL²/8 ആൻഡ് WL/2. ഓക്കെ, സോ W നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. L എന്ന് വെച്ചാൽ L എഫക്റ്റീവ് ആണ് 10.45 ആൻഡ് വി ഗെറ്റ് ദി മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് വാല്യൂ. ഓക്കെ, അഗെയിൻ ടി ബീമിൽ ഇഫക്റ്റീവ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇഫക്റ്റീവ് വിഡ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് IS കോഡിൽ ഇക്വേഷൻ ഉണ്ട് ഫോർ ടി ബീംസ്. ഓക്കെ, സോ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L0 എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത്, ദെൻ BW that is 300 and DF is 150. സോ നമുക്ക് BF വാല്യൂ കിട്ടും. ഓക്കെ, സോ BF വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ആക്ച്വലിനേക്കാളും കുറവായിരിക്കണം. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ആണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസൈനിലേക്ക് കടക്കുന്നത്. ഓക്കെ, അതായത് ഏത് കേസാണ് നോക്കണം. ഏത് കേസാണെന്ന് നോക്കിയാലേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASTയുടെ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഏത് കേസാണെന്ന് നോക്കണമെങ്കിൽ ആദ്യം തന്നെ എന്താ വേണ്ടത്? എക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സോ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് MU ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു. ഡിസൈൻ മൊമെൻ്റ് ആണ് MU. ഓക്കെ, സോ അത് വെച്ചിട്ട് എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. BF ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. D നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സോ ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ 39.27 എന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ DF വാല്യൂ 150 ആണ്. ഓക്കെ, സോ എക്സ് വാല്യൂ ഈസ് ലെസ് ദാൻ DF. ഓക്കെ, അതായത് ന്യൂട്രൽ ആക്സിസ് എവിടെ തന്നെയാണ്? അപ്പോൾ ന്യൂട്രൽ ആക്സിസ് ഇസ് വിതിൻ ദി ഫ്ലാഞ്ച്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇത് 150 ആണ്, റൈറ്റ്? അഗെയിൻ ആക്സിസിൻ്റെ 39.27 ആണ്. സോ ന്യൂട്രൽ ആക്സിസ് ഇസ് വിതിൻ ദി ഫ്ലാഞ്ച്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് വിതിൻ ദ ഫ്ലാഞ്ച് ആണെങ്കിൽ നമുക്ക് റെക്റ്റാങ്കുലർ ബീമായിട്ട് ഡിസൈൻ ചെയ്യാം. സോ ദിസ് ഇസ് വാട്ട് കേസ് 1. ഓക്കെ, റെക്റ്റാങ്കുലർ ബീമായിട്ട് ഡിസൈൻ ചെയ്യാം. സോ ഹിയർ NA lies within the flange. സോ കേസ് 1. ഓക്കെ, അപ്പോൾ കേസ് 1ൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഏരിയ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് വെച്ചാൽ അനക്സ് ജിയിൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ആ ഇക്വേഷനിലേക്ക് MU വാല്യൂ ഇപ്പോൾ അറിയാം. ഓക്കെ, AST ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. FY is given, D is given, then FY, FCK, B and D is given. ഓക്കെ, അഗെയിൻ ഇവിടെ ഈ B എടുക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക. B is the flange width. ഓക്കെ, ഇവിടെ B എന്ന് വെച്ചാൽ ഫ്ലാഞ്ച് വിഡ്ത്ത് ആണ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അത് നിങ്ങൾ അതല്ലാതെ ഇപ്പോൾ B എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ടി ബീംസിൽ. ഓക്കെ, സോ ടി ബീം നമ്മൾ ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? BFഉം D ഇതാണ് ഡയമെൻഷനായിട്ട് എടുക്കുന്നത്. BF ഓക്കെ ആൻഡ് D. ഓക്കെ, ഇതാണ് ഡയമെൻഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? മിനിമത്തിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുക. സോ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഇക്വേഷനാണിത്. ഓക്കെ, സോ ഇവിടെ ഈ BW എന്ന് വെച്ചാൽ വെബിൻ്റെ വിഡ്ത്താണ്. ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ BW ആണ്. ഇക്വേഷൻസ് 430 ആണ്. പക്ഷെ നമുക്ക് മിനിമത്തിനേക്കാളും കൂടുതലുണ്ട്. സോ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഹെൻസ് ദ ഡിസൈൻ ഈസ് സേഫ്. അഗെയിൻ നമ്പർ ഓഫ് ബാർസ്, അതായത് ആക്ച്വൽ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ടുള്ള നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു 32 mm ഡയ ബാർസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ബാർസ് എന്ന് കിട്ടും. സോ പ്രൊവൈഡ് 3 ബാർസ്. ഓക്കെ, സോ ടോട്ടൽ AST എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ദിസ് അഗെയിൻ വി ഹാവ് ടു ഗിവ് ദ ട്രാൻസ്ഫർ സ്റ്റീൽ. നമുക്കറിയാം ടി ബീമിൽ ട്രാൻസ്ഫർ സ്റ്റീൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോപ്പിലായിട്ട്. ഓക്കെ, ഈ ട്രാൻസ്ഫർ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 60% ഓഫ് ഓക്കെ, അതായത് നമ്മൾ മെയിൻ
ട്രാൻസ്ഫർ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓക്കെ, ട്രാൻസ്ഫർ സ്റ്റീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു സ്ലാബിൽ പോകുന്ന സ്റ്റീൽ ആണ്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ട്രാൻസ്ഫർ സ്റ്റീൽ, അതായത് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ആസ് പെർ ക്ലോസ് 23.1.1 the transverse reinforcement in the slab shall not be less than 60%. Okay, so of the main reinforcement of slab. ഓക്കെ, സോ ഇത് ഇത്രയും എഴുതിയാൽ മതി, ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് യു ഹാവ് ടു ഡ്രോ ദി ഫിഗർ. ഓക്കെ, ഫിഗർ സ്ട്രക്ചറൽ ഡീറ്റെയിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നീറ്റായിട്ട് തന്നെ വരയ്ക്കുക, എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യുക, അതിന് മാർക്കുള്ളതാണ്. ഓക്കെ, ഡീറ്റെയിലിംഗ് ഇല്ലാതെ നിങ്ങൾ ഡിസൈൻ മാത്രം ചെയ്തു വെച്ചാൽ എത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഡീറ്റെയിലിങ്ങിന് മാർക്ക് കിട്ടില്ല. ഓക്കെ, സോ ഹാങ്ങർ ബാർസ് കാണിക്കുക, ആൻഡ് ദിസ് ഇസ് ദ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇറ്റ് ഇസ് 3 bars. ഓക്കെ, ദെൻ ഇവിടെ ഹോൾഡർ ബാർസ്, ട്രാൻസ്വേഴ്സ് ബാർ, സ്റ്റിറപ്പൊക്കെ മാർക്ക് ചെയ്താൽ മതി, ഇവിടെ സ്റ്റിറപ്പ് ഡിസൈൻ വേണ്ട. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇതിൽ ക്ലിയർ സ്പാൻ ആൻഡ് എഫക്റ്റീവ് വിഡ്ത്ത്. ഓക്കെ, ദെൻ ഇതാണ് ബെയറിങ്ങിൻ്റെത് കാണിക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ഈ ഒരു ടി ബീം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ